ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ബിഗ് ബോസിനെ കുറിച്ചാണ്. ഇനി അങ്ങോട്ട് കൂടുതലും ബിഗ് ബോസിനെ കുറിച്ചുള്ള വീഡിയോസ് ആയിരിക്കും ഞാൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. എൻ്റെ കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഷയമാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് റിവ്യൂസ് ബിഗ് ബോസിൻ്റെ പ്രിഡിക്ഷൻ ലിസ്റ്റ് ഇങ്ങനെ ഒരുപാട് തവണ ഇങ്ങനെ ഇടുന്ന കണ്ടു. മാറി 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 ഒരുപാട് ആളുകളുടെ പേരുകൾ, ഇങ്ങനെ സെലിബ്രിറ്റീസിൻ്റെ പേരുകൾ, സെലിബ്രിറ്റി അല്ലാത്തവരുടെ പേരുകൾ, നമ്മൾ സെലിബ്രിറ്റി ആയിട്ട് ഞാനറിയാത്ത കുറേ ആളുകളുടെ പേരുകളൊക്കെ ഒരുപാട് പേര് ഇങ്ങനെ ഇടണ കണ്ടു. ഞാൻ ആ കൂടി ഒരു പ്രിഡിക്ഷൻ ലിസ്റ്റ് ഇട്ടിട്ടുള്ളൂ. അതിലിപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളതിൽ ഒരു 5-6 ആൾ വന്നിട്ടുണ്ട് തോന്നുന്നു. പിന്നെ എനിക്ക് പ്രൊഡക്ഷൻ ലിസ്റ്റിൽ ഉണ്ടെന്ന് കേട്ടിട്ട് വളരെ സന്തോഷം തോന്നിയൊരു പേരെന്നാണ് ഗബ്രിയുടെ പേരാണ്. ഗബ്രിയേൽ എന്ന് പറയുന്നത് നമ്മുടെ കമൽ സാറിൻ്റെ ഒരു മൂവിയിലൊക്കെ അഭിനയിച്ചിട്ടുള്ളൊരു ആളാണ്. ഗബ്രി എനിക്ക് തോന്നുന്നു കുറച്ച് ഫ്യൂച്ചറുള്ള ഒരു ആക്ടർ ആയിരിക്കും. ആഫ്റ്റർ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയപ്പെടുമ്പോൾ ഇഷ്ടപ്പെടുന്നു തോന്നുന്നു കൂടുതൽ ആളുകൾ. അതുപോലെ തന്നെ സിജോ ടോക്സ്, അദ്ദേഹത്തിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ബിഗ് ബോസിൽ വരുന്നു ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ, ഒരു കണ്ടസ്റ്റൻറ്റ്. കാരണം അതിനേക്കാളും പേരുകൾ കൂടുതൽ കേട്ടിരുന്നതൊക്കെ വേറെ ആൾക്കാരെ പേരുകളൊക്കെ ആയിരുന്നു. അവരൊക്കെ വരുന്നതാണ് ഞാൻ പ്രതീക്ഷിച്ചത്. എനിക്ക് തോന്നുന്നു ഓഡീഷനൊക്കെ പോയിരുന്നു, പക്ഷേ പുറന്തള്ളിപ്പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. സിജോ ടോക്സ് കുറച്ചും കൂടെ സ്ട്രോങ് ആയിരിക്കും. അങ്ങനെ ബിഗ് ബോസ് എൻ്റെ ആൾക്കാർക്ക് തോന്നി കാണും, അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ അടുത്തുണ്ടാവുക. പിന്നെ ഋഷിയുടെ പേരൊക്കെ എല്ലാവരും മുമ്പേ പറഞ്ഞു തുടങ്ങിയ ഈ ഋഷി, യമുന, ശരണ്യ, അങ്ങനെ ഒരുപാട് പേരുകൾ, അവരൊക്കെ ഇപ്പോൾ വീടിനകത്ത് കയറി എന്നാണ് നമ്മൾ അറിയാൻ സാധിച്ചത്. അപ്പോൾ എന്തായാലും 18 പേരോ മറ്റോ ഇപ്പം ബിഗ് ബോസിനകത്തോട്ട് കയറിയിട്ടുണ്ട്. പുതിയ 2 പേര് കോമണേഴ്സായിട്ട്, അത് പിന്നെ മുമ്പേ നമുക്കറിയാം. അതുകൂടാതെ എന്തിനാണ് നമ്മുടെ ജുനൈസും അതുപോലെ തന്നെ റിനൂഷും അവിടെ പോയിട്ടുണ്ട്. അതിപ്പോൾ ലാലേട്ടൻ്റെ കൂടെ എന്തെങ്കിലും ഒരു പരിപാടി ഒരുമിച്ച് ചെയ്യുന്നുണ്ടോ, അതോ അവരും അതിനകത്ത് കയറുന്നുണ്ടോ എന്നുള്ളത് സസ്പെൻസാണ്. നമുക്കത് ഇന്ന് രാത്രി 7 മണിയാകുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. 7 മണിക്ക് ശരിക്ക് വീട് എങ്ങനെയാണ് എന്നുള്ളത് കാണാം. ബിഗ് ബോസ് ഹൗസിൻ്റെ പിക്ചേഴ്സൊക്കെ അവിടെ നിന്ന് കണ്ടു, പക്ഷെ അത്രയധികം ക്ലിയർ ഉള്ള നമുക്കൊരു ശരിക്കുള്ളൊരു രൂപമൊന്നും കിട്ടില്ല. ഇത്തവണത്തെ ബിഗ് ബോസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ ഭയങ്കര സീക്രട്ടാണ് എല്ലാ കാര്യങ്ങളും. പങ്കെടുക്കുന്ന കണ്ടസ്റ്റൻസ് ആവട്ടെ, അത് ആരാണെന്നുള്ള കാര്യത്തിലൊന്നും ഇപ്പോഴും അത് ഉറപ്പൊന്നുമില്ല. എല്ലാവരും പ്രൊഡിക്ഷൻ ലിസ്റ്റ് ഇടുന്നുണ്ടെങ്കിലും 100% ആരും പറഞ്ഞിട്ടില്ല കേട്ടോ. എല്ലാവരും 99 എന്നുള്ള രീതിയിലൊക്കെ നിർത്തിയിരിക്കുകയാണ്. കാരണം പറയാൻ പറ്റില്ല, അവിടെ വരെ എത്തിയിട്ട് ചിലപ്പോൾ നിങ്ങൾ നിങ്ങൾ പൊക്കോളൂ, തിരിച്ചു പൊക്കോളൂ എന്ന് പറയുന്ന അവസ്ഥയൊക്കെ വരാം. അതിനുള്ള അധികാരമൊക്കെ ബിഗ് ബോസ് ഉണ്ട്. അപ്പോൾ ഇതുവരെയ്ക്കും ഒരു റിവ്യൂവർ പോലും ഒരു 100% എന്ന് പറഞ്ഞിട്ട് ഇട്ട് ഞാൻ കണ്ടില്ല. അത് ഇട്ടത് പോലും അവർക്കൊരു എനിക്ക് തോന്നുന്നു 1-2 പേരുടെ പേരൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും കൺഫേംഡ് എന്നുള്ള രീതിയിലൊരു ഉറപ്പായിട്ടൊന്നും ഇട്ടുള്ള അതല്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യമൊക്കെയാണ് അത്രയും മുമ്പേ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്രയും ആൾക്കാർ കൺഫേംഡ് ആണെന്ന് പറഞ്ഞു. ഇതാണ് ഭയങ്കര രഹസ്യമായിട്ട്, അങ്ങനെ ഒത്തുകളികളൊന്നും പാടില്ല എന്നുള്ളത് ബിഗ് ബോസിന് വളരെയധികം പ്രാധാന്യം ഉണ്ടെന്ന് തോന്നുന്നു. അത് അത്രയധികം ശ്രദ്ധിച്ചിട്ടാണ് ഇത്തവണത്തെ കണ്ടസ്റ്റൻസിനെയൊക്കെ എടുത്തുള്ളത്. ലാസ്റ്റ് ടൈമിലൊക്കെയാണ് അവർക്കൊരു കൺഫർമേഷൻ തന്നെ കൊടുത്തിട്ടുള്ളതാണ് അറിയാൻ സാധിച്ചത്. അത് വളരെ നല്ല കാര്യമാണ്. കഴിഞ്ഞ സീസൺ 5 ഇതുപോലെ ഒത്തുകളിച്ച ഒരുപാട് ആൾക്കാർ നമുക്ക് തന്നെ മനസ്സിലായി അവർ ഒത്തു കളിച്ചിട്ട് തന്നെയാണ് വന്നത്. മുമ്പേ കണ്ട് അവരെന്തോ ഒരു പ്ലാനൊക്കെ ചെയ്ത് വന്നിട്ട് കളിക്കുക എന്നുള്ളത് നമുക്ക് വളരെയധികം ക്ലിയർ ആയിരുന്നു. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസ് ഇങ്ങനെ ഒരു കാര്യം എടുത്ത് വളരെ നന്നായി. അതായത് അതിനുള്ളിൽ വരുമ്പോഴേ അറിയുള്ളൂ നീ ഉണ്ടോ, അല്ലെങ്കിൽ നീ ഉണ്ടായിരുന്നോ എന്നൊക്കെ അവർക്ക് അറിയുള്ളൂ. അപ്പം പിന്നെ അതിൻ്റെ ഉള്ളിൽ ചേർന്നിട്ടുള്ള ഒരു ടീം ഒക്കെയാണല്ലോ. അത് പുറമേ നിന്ന് വരുന്ന ടീമാക്കി വരുന്നതും ഇതിനകത്ത് വന്ന് ടീമാവുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് ആവാലോ, അത് ബിഗ് ബോസിൻ്റെ ഒരു ഒന്നും ഭേദിച്ചുകൊണ്ടുള്ളൊരു കാര്യമൊന്നുമല്ലല്ലോ. അപ്പോൾ അത് കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കണ്ടസ്റ്റൻറ്റ് ശ്രീത്വമാണ്. അമ്മ മനസ്സെന്ന് പറഞ്ഞ ഏഷ്യാനെറ്റിൻ്റെ സീരിയലിലെ ഹീറോയിൻ. ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ അൻസിബ, എനിക്ക് ആദ്യം അൻസിബേനെ ഇങ്ങനെ തോന്നിയിരുന്നു, വരുമെന്ന് തോന്നിയിരുന്നു. പിന്നെയാണ് ദൃശ്യമൊക്കെ വന്നത്. അപ്പോൾ പിന്നെ വിചാരിച്ചു വരാൻ ചാൻസ് ഇല്ലെന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പോൾ അൻസിബയുടെ പേര് കേൾക്കുന്നുണ്ട്. എന്തായാലും അൻസിബയൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ച് ബോൾഡായിട്ടുള്ളൊരു പെൺകുട്ടിയാണെന്ന് തോന്നുന്നു. അതുപോലെ ശ്രീധുവിനെ കുറിച്ച് എനിക്കൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഈ ഇമേജ് വളരെ കോൺഷ്യസ് ആയിട്ട് അങ്ങനെ ഒരു കളിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. സിജോ ടോക്സൊക്കെ എനിക്ക് തോന്നുന്നു ആർത്തുമില്ല സിജി കളിക്കുന്നതാണ് തോന്നുന്നത്. അങ്ങനെ ഒരു ഇമേജ് കോൺഷ്യസ് ഉള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ ശരണ്യ, ആനന്ദ് ഇമേജ് കോൺഷ്യസ് നോക്കേണ്ട ആവശ്യം തന്നെയില്ല. അവരെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അവർ ഭയങ്കര ബോൾഡാണ്. ഇപ്പോൾ ഒരു ഡാൻസ് റിയാലിറ്റി ഷോയിൽ വന്നപ്പോഴും ബോൾഡായിരുന്നു. സീരിയലിൽ ഇൻ്റർവ്യൂസ് അവർ നല്ല ബോൾഡായിട്ടുള്ളൊരു ലേഡിയാണെന്ന് തോന്നുന്നു. കുറച്ച് നാൾ പോകുമെന്ന് തോന്നുന്നു. പക്ഷേ വെറുക്കപ്പെടാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെയുള്ള ബോൾഡായിട്ടുള്ള സ്ത്രീകൾ പൊതുവെ മലയാളീസിന് അത്ര ഇഷ്ടമില്ലല്ലോ. അപ്പോൾ അത് എനിക്ക് തോന്നുന്നുണ്ട് എത്ര നാൾ പോകുന്നു കണ്ടറിയാം. ഭയങ്കര നെഗറ്റീവ് അടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ ഇത്തവണത്തെ നന്മമാരും ആരായിരിക്കും യാതൊരു ഐഡിയ ഇല്ല. കൊല്ലം ഷാഫിക്ക് ഉണ്ടെന്ന് പറഞ്ഞു. കൊല്ലം ഷാഫിക്ക് ഉണ്ടെങ്കിൽ തോന്നുന്നു നല്ല നന്മമാരായ ആവാൻ വഴിയുണ്ട്.
പിന്നെ ആരാണ് അങ്ങനെ നന്മമരത്തിൻ്റെ രീതിയിൽ നമ്മൾ ഷിജു ഒക്കെ ഉണ്ടായിരുന്ന പോലെ നന്മമരമായിട്ട് നിൽക്കുക. പിന്നെ റോൺസൺ, അതേപോലത്തെ ആൾക്കാരൊന്നും നമുക്ക് വേണ്ട. എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് അങ്ങനത്തെ ആൾക്കാർ കാണാൻ താല്പര്യമില്ല. അത്ര ആൾക്കാരൊന്നും അത്ര വലിയ നന്മമരങ്ങളൊന്നും അല്ലെന്നേ. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ദേഷ്യങ്ങളും വിഷമങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ട്. ഇതെല്ലാം മാറ്റി വെച്ചിട്ട് എന്തിനാണ് ബിഗ് ബോസിൽ 100 ദിവസം വന്ന് നിൽക്കുന്നത്? ഇവർക്ക് ഒന്നില്ലെങ്കിലും ബിഗ് ബോസിലേക്ക് വരുമ്പോൾ തന്നെ ഒരു കരാറുണ്ടാവില്ല, ഇത്ര രൂപ നിങ്ങൾക്ക് ഡെയിലി എന്നുള്ള ബേസിൽ തരാമെന്നൊക്കെ ഇടുക. അതിനെങ്കിലും ഒരു ന്യായം കാണിക്കണ്ടേ? അവർ വന്നിട്ട് എന്തെങ്കിലും ഒന്ന് കളിക്കണ്ടേ? ഇതിപ്പോൾ അവർ വളരെ നല്ല നന്മമരമാണെന്ന് പൊതുജനങ്ങളെ കാണിക്കാൻ വേണ്ടി ഇതിനകത്തോട്ട് വന്ന് നിന്നിട്ട് ഒരു ഗെയിം എടുക്കുന്നില്ലെങ്കിൽ അത് നല്ലൊരു ഷോ ആയി മാറില്ലല്ലോ. അന്നേരം മറിച്ച് അപ്പുറത്ത് എല്ലാ തരത്തിലും നെഗറ്റീവ് അടിച്ച് നിന്നിട്ട് പോലും ഒരു നല്ലൊരു മത്സരിക്കുന്ന മത്സരാർത്ഥികൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഇൻസ്റ്റാഗ്രാം തുറക്കാൻ പറ്റില്ല, വാട്സപ്പിൽ മെസ്സേജ് അവർ വളരെ മോശം അതാണ്. അതൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ച് മാറി വരുന്നുണ്ട്. ഇപ്പോൾ കളിക്കുമ്പോൾ എല്ലാവർക്കും അത് നെഗറ്റീവ് എന്നുള്ള രീതിയിൽ അവർ നല്ലോണം കളിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഇപ്പോൾ ഫസ്റ്റും സെക്കൻഡും ഒക്കെ കഴിഞ്ഞപ്പോൾ ഫോർത്തൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ആൾക്കാർക്ക് അങ്ങനെ നല്ലപോലെ കളിക്കുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നന്മമരങ്ങളെ ആർക്കും തന്നെ അത്രയധികം ആവശ്യമില്ല എന്നുള്ളത്. അതുപോലെ കുക്കിങ്ങിന് വേണ്ടിയിട്ട് കുറച്ചൊരു മധ്യവയസ്കരായ കുറച്ച് ലേഡീസിനെ അല്ലെങ്കിൽ മധ്യവയസ്കരെ കുറച്ച് ആണുങ്ങളൊക്കെ ഇടും കുക്കിങ്ങിന് വേണ്ടിയിട്ട് അല്ലേ. അത് സീരിയൽ ഇപ്പോൾ ഞാൻ പറയാം ബീന ആൻ്റണി, അങ്ങനെ ഇപ്പോൾ മനീഷ, അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുണ്ടല്ലോ, ഈ കുലസ്ത്രീകളെ പോലെയൊക്കെയുള്ള വരുന്ന കുറച്ച് ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്കൊക്കെയാണ് ഈ കുക്കിങ് കൊടുക്കുക. ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. കൊടുക്കുകയെന്ന് വെച്ചാൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ കുക്കിങ്ങിന് വേണ്ടി നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. അവരവിടെ മറ്റുള്ളവരെ പോലെ തന്നെ കളിക്കാൻ വേണ്ടി വന്നതാണ്. കഴിക്കണമെങ്കിൽ എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് കഴിക്കട്ടെ. ഇതിപ്പോൾ ഒരാൾ നല്ലോണം കുക്ക് ചെയ്യാണ്, പിന്നെ അയാൾ തന്നെയായിരിക്കും കിച്ചണിൽ ഫുൾ ടൈം കിച്ചൺ ക്യാപ്റ്റൻ, അങ്ങനെയാണ്. പിന്നെ അവരെ ഇട്ടിട്ട് തട്ടും കാണാം, ഇത് മുഴുവൻ വലിച്ചു വാരി തിന്നണം കാണാം, പിന്നെ അവരിട്ട് കുറ്റം പറയും, അവരെല്ലാവരും കൂടി നോമിനേറ്റ് ചെയ്ത് അതിനെ പുറത്താക്കണം കാണാം. അങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ബീനാന്റിന് വരികയാണെങ്കിൽ എനിക്ക് ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു, ബീനാന്റിന് ഒരിക്കലും കുക്കിങ്ങിൻ്റെ സെക്ഷനിലോട്ട് പോവാതെ ബീനാന്റിനെയൊക്കെ ശരിക്ക് അവിടെ മറ്റുള്ള കണ്ടസ്റ്റൻസ് എങ്ങനെയാണ് കളിക്കുന്നത് അതുപോലെ മത്സരിച്ച് കളിക്കണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ബീനാന്റിനൊന്നും ഇല്ല എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു അതിന് പകരമായിട്ടായിരിക്കും ഇപ്പോൾ ശരണ്യല്ല മറ്റേ വേറൊരു ലേഡിയെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇപ്പോൾ അവരുടെ പേര് ഞാൻ മറന്നുപോയി. അവർ സീരിയലിലൊക്കെ അഭിനയിക്കുന്ന ഒരു ലേഡിയാണ്. എനിക്ക് ഏകദേശം ഒരു ഏജൻസി ഒരു മധ്യവയസ്കയാണ്. അപ്പോൾ അവർക്ക് ഈ കുക്കിങ്ങിന് വേണ്ടിയിട്ട് അവരിടുന്നതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ശ്രീരേഖ എന്ന് പറഞ്ഞൊരു ആക്ട്രസ് ഉണ്ട്, അവർ കുറച്ച് ഏജ്ഡാണ്, പക്ഷേ അവരൊന്നും കിച്ചണിൽ പോയി നിന്നിട്ട് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു. ശോഭയുടെ ഒക്കെ പോലെയാണ്, കുറച്ച് ബോൾഡാണ്, പറയണതൊക്കെ മുഖത്തോക്കി പറയുന്ന രീതിയിലുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആയിരിക്കും എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് 7 മണിക്ക് സ്റ്റാർട്ടിംഗ് ആണ്. ഇനി അങ്ങോട്ട് ഒരുപാട് റിവ്യൂസ് എൻ്റെ ഈ ചാനലിലുണ്ടാവും. ആരൊക്കെ ആയിരിക്കും നമുക്ക് ഇഷ്ടപ്പെടാൻ പോകുന്നത്, ആരൊക്കെ ആയിരിക്കും നെഗറ്റീവ് അടിക്കാൻ പോകുന്നതൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും വീട് കാണാനുള്ള എക്സൈറ്റ്മെൻ്റ് ആണ്. അതുപോലെ തന്നെ കണ്ടസ്റ്റൻസ് ഈ പറഞ്ഞിട്ട് നമ്മളെ പ്രിഡിക്ഷൻ ലിസ്റ്റുള്ള ആൾക്കാർ തന്നെയാണോ എന്നറിയാനുള്ള എക്സൈറ്റ്മെൻറ്റും എനിക്കുണ്ട്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. അതുവരെ എല്ലാവർക്കും ബൈ.